മക്കളെ, അപ്പോൾ എൻ്റെ 8ാം ക്ലാസ്സിലെ എല്ലാ മക്കളും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമൊക്കെ ആവാറായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മുടെ എക്സാമിന് ഉണ്ടാവുക. ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ഏതെങ്കിലും കുറച്ച് പോർഷൻസൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അല്ലേ? അതായത് ചില ചാപ്റ്റേഴ്സ് പകുതിക്കായിരുന്നു. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ ബാക്കി ഉണ്ടാവുമോ, അല്ലെങ്കിൽ എത്ര ചാപ്റ്റർ ഉണ്ടാകും, കൂടുമോ കുറയോ, ഇതൊക്കെ ആയിരിക്കും എൻ്റെ കുട്ടികൾ ചിലപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് മിസ് ദേ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ 8ാം ക്ലാസ്സിലെ മക്കൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻ്റ് ഒന്നും തന്നെ വന്നിട്ടില്ല. ഇപ്പം മിസ് ഈ വീഡിയോയിൽ പറയുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിലെ സ്കീം ഓഫ് വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും 8ാം ക്ലാസ് നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ അത് നല്ലപോലെ തന്നെ നിങ്ങളോട് പോകുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. ഇനി എന്തെങ്കിലും കാരണവശാൽ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പോകുന്നില്ല, നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ശക്തി ബാച്ചിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമ്മുടെ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാം ബേസിക് സയൻസ് ആണ്, അടിസ്ഥാന ശാസ്ത്രമാണ് അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് വരുന്നത് നമ്മുടെ ബയോളജിയിലാണെങ്കിൽ ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേംബർ, സെൽ ക്ലസ്റ്റേഴ്സ്, ലെറ്റ്സ് റീഗെയിൻ ആ ഫീൽഡ്, വൈ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റനൻസ്. അപ്പോൾ ഇതിൽ ഈ ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റനൻസ് കംപ്ലീറ്റ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എക്സാം ടൈം ആവുമ്പോഴേക്ക് നമ്മളുടെ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ, ഇപ്പോൾ എക്സാമിൻ്റെ ടൈമിൽ ഈ ചാപ്റ്റർ ഫുള്ളുണ്ട് അല്ലെങ്കിൽ ഈ ചാപ്റ്റർ പകുതിയേ ഉള്ളൂ, ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ടെൻഷനാകും. ചിലപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ടില്ല, ഫുള്ള് കഴിഞ്ഞില്ല, ഇത്രയും വേണ്ടിയിരുന്നില്ല, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിക് സയൻസിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാകും. നമ്മുടെ കെമിസ്ട്രി ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, പിന്നെ മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ്, ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ, കെമിക്കൽ ചേഞ്ചസ്, മെറ്റൽസ്, സൊല്യൂഷൻസ്, വാട്ടർ. അപ്പോൾ ഇതിൽ നമ്മുടെ ഓണം എക്സാമിന് ചില ചാപ്റ്റേഴ്സ് പകുതിക്കായിരുന്നു ഉണ്ടായിരുന്നത്, ആ ചാപ്റ്റർ കംപ്ലീറ്റ് ഉണ്ടാകും. പിന്നെ ലാസ്റ്റിലേക്ക് വരുമ്പം ചിലപ്പോൾ ആ ചാപ്റ്റർ പകുതിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഫിസിക്സിലാണെങ്കിൽ നമുക്ക് മോഷൻ, ഫോഴ്സ്, മാഗ്നറ്റിസം, അതുപോലെ തന്നെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ നമ്മുടെ സ്ഫെറിക്കൽ മിറേഴ്സ്, ഇത്തരത്തിൽ ഈ ചാപ്റ്റേഴ്സൊക്കെയാണ് ഉണ്ടാവുക. ആൻഡ് നമ്മുടെ മാത്സിലാണെങ്കിൽ ഈ ചാപ്റ്റേഴ്സൊക്കെയാണ്. ദെൻ സോഷ്യൽ സയൻസിലാണെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇനിയിപ്പോൾ പേടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കേണ്ട. ഇതിൻ്റെ PDF മിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഈ ചാപ്റ്റേഴ്സിൻ്റെയും ഇപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് എക്സാമിനുള്ളത് ആ കാര്യങ്ങളെല്ലാം മിസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ഹിന്ദിയിലാണെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സാണ്. ഇതൊക്കെ ഒരു ഏകദേശ അസംഷനാണ്. അതായത് മിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുൻ വർഷങ്ങളിലുള്ള നമ്മുടെ സ്കീം ഓഫ് വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എക്സാം ആകുമ്പോഴേക്ക് ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ്, നിങ്ങൾക്ക് ഇത്ര ചാപ്റ്റേഴ്സ് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാകും എന്നുള്ള ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരും. അപ്പോൾ അതുവരെ എൻ്റെ മക്കൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടാൻ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇംഗ്ലീഷിലാണെങ്കിൽ യൂണിറ്റ് 1, 2, 3 and 4. ഓക്കെ, ആൻഡ് നമ്മളുടെ മലയാളത്തിലാണെങ്കിൽ മലയാളം ഫസ്റ്റിൽ ഈ ചാപ്റ്റേഴ്സ്, മലയാളം സെക്കൻഡിൽ ഇത്രയും ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ബാച്ചിലൊന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ അല്ലാതെ തന്നെ നല്ലപോലെ പഠിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് എന്താണ്, യൂട്യൂബിൽ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സുകൾ തരുന്നുണ്ട് അല്ലേ? നിങ്ങളിപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്ഫുള്ളാകും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും യൂട്യൂബിൽ എന്ത് ചെയ്യുന്നത്, ലൈവ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ബാച്ചിലില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ കാണാം, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആൻഡ് ബാച്ചിലുള്ള മക്കൾക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഫുൾ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കാരണം അങ്ങനെ ടൈം ടേബിളും പ്ലാനിങ്ങോടും കൂടിയാണ് നമ്മുടെ ബാച്ചിലുള്ള എല്ലാ ക്ലാസ്സുകളും പോകുന്നത്. അതുപോലെ തന്നെ എത്രയോ മുന്നേ അല്ലേ, നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മളിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, നമ്മുടെ ശക്തി ബാച്ചിൽ ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. അതല്ലാത്ത മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന നിങ്ങളുടെ യൂട്യൂബിലെ ക്ലാസ്സുകൾ യൂട്ടിലൈസ് ചെയ്യുക, അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അത് ഉപയോഗിക്കുക, നല്ലപോലെ പഠിക്കുക. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഇതിൻ്റെ PDF മിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.